സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ അനിയന്ത്രിതമായി സൗജന്യങ്ങൾ നൽകുന്നതിനെതിരെയാണ് മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഏത് രീതിയിലുള്ള മുന്നറിയിപ്പാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ധനവിനിയോഗ കാര്യത്തിലടക്കം? രോഹിണി, ധനവിനിയോഗം സംബന്ധിച്ച് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതായത് അമിതമായ സൗജന്യ വാഗ്ദാനങ്ങളും അമിതമായ സൗജന്യങ്ങൾ നൽകുന്നതും സംസ്ഥാനങ്ങളുടെയും ഒപ്പം രാജ്യത്തിന്റെയും സാമ്പത്തിക സ്ഥിതിയെ വളരെ കാര്യമായി ബാധിക്കും എന്നുള്ള നിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ നൽകിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അമിതമായ സൗജന്യങ്ങൾ നൽകുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കും. ഒപ്പം ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് സംബന്ധിച്ചും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം. അതല്ലാതെ അമിതമായി സൗജന്യം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് മുൻപോട്ട് പോവുകയും സാമ്പത്തിക അടിത്തറ നഷ്ടപ്പെടുകയും ചെയ്താൽ നിലവിൽ ശ്രീലങ്കയിലെയും പാകിസ്ഥാനിലെയും എല്ലാം സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായി സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി ധനവിനിയോഗം സംബന്ധിച്ചുള്ള ധാരണ സംസ്ഥാനങ്ങൾക്ക് വേണമെന്നും കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് കാര്യക്ഷമമായി ധനവിനിയോഗം നടത്തണമെന്നും അമിതമായ സൗജന്യം നൽകിക്കൊണ്ട് സാമ്പത്തിക അടിത്തറ തകർക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.